ഉറങ്ങിയില്ലല്ലേ? സിനോ സിനോ, എല്ലാവരെയും ഒരു വിധത്തിൽ യാത്രയ്ക്ക് വിട്ടു. ഈ കസേരക്കൊക്കെ എന്താ വാടക? നമ്മുടെ ഈ സാധാരണ ഇരുമ്പ് കസേരക്ക് 3 രൂപ, മേശ 7 രൂപ. ഞാൻ കുറെ ബാർഗൻ ചെയ്ത് നോക്കി, അവന്മാർ 5 പൈസ കുറച്ചില്ല. ഗിഫ്റ്റ് പാക്കറ്റ് ഒന്നും തുറന്നു നോക്കാൻ പറ്റില്ല. ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഓരോരുത്തന്മാർ എന്താണ് തന്നതെന്ന് അറിയാമല്ലോ. അയ്യോ, മണി 11 കഴിഞ്ഞു. എല്ലാം കൂടെ നോക്കുമ്പോ ഇനിയിപ്പോ നേരം വെളുക്കും. സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? കുറുക്കുകാളിന് അസലായിരുന്നു അല്ലേ? ഈ കുക്കിനെ ഹരികൃഷ്ണൻ മണപ്പാടിന്ന് കൊണ്ടുവന്നതാ. ഹരികൃഷ്ണൻ പാവം. എന്റെ കല്യാണം അവന്റെ കല്യാണം പോലെ ആയിരുന്നു അവന്. പാമ്പ് കടിച്ചു, 8 അടി മൂർഖൻ, കിടപ്പിലായിപ്പോയി. നാളെ രാവിലെ നമുക്ക് അവനെ പോയി കാണാം. ഇരിക്കും. അല്ല, ഞാൻ ആളുകൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ലാന്ന് തോന്നുന്നു. ആദ്യ രാത്രി പകലത്തെ ഈ അഭ്യാസമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് എന്തൊരു നല്ല ക്ഷീണം ഉണ്ടാവും. കിടന്നോളൂ, കിടന്നോളൂ. ഞാനും കിടക്കാം. ഈ ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല. ഓഫ് ചെയ്യട്ടെ? അത് ഇന്നത്തെ പത്രം നോക്കിയപ്പോഴാ കണ്ടത്. എന്റെ ഫ്രണ്ടിന്റെ ഒരു അമ്മാവൻ ഇന്നലെ തൂങ്ങി മരിച്ചു. ഞാൻ അവിടെ വരെ ഒന്ന് പോവാ. ഇന്നത്തെ പത്രം വന്നില്ലല്ലോ. വന്നു. മാതൃഭൂമി അല്ല, മനോരമ. മാതൃഭൂമി ഇപ്പൊ വരും. മനോരമയോ? വീട് മാറിയിട്ടാണെന്നാ തോന്നുന്നത്. ഈ മരുന്ന് കഴിക്കുന്നില്ലേ? പിന്നെ കഴിക്കാം. എന്താ ഹരിയേട്ടാ? ഞാൻ താക്കോൽ എടുക്കാൻ മറന്നു. ആര് വന്ന് അന്വേഷിച്ചാലും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ആര് വന്ന് അന്വേഷിച്ചാലും. പറ്റിയൊന്നുമില്ല. വാ. ഗുഡ് മോർണിംഗ് മാഡം. ഇതാരൊക്കെയാ? വരൂ, ഇരിക്കൂ. ഹരി എന്തോനെ കണ്ടിട്ടില്ലല്ലോ. കറക്റ്റ് സമയം നോക്കിയാ മഹാഭാവി പാമ്പ് കയറി കടിച്ചില്ലേ? എന്തേ, കിടക്കണോ? അല്ല, ഏതോ ഒരു ഫ്രണ്ടിന്റെ അമ്മാവ് മരിച്ചെന്ന് പറഞ്ഞ് പുറപ്പെട്ടതാ. പിന്നെ പറഞ്ഞു ആര് വന്നാലും ഇവിടെ ഇല്ലെന്ന് പറയാൻ. ആവോ, എനിക്കറിയില്ല. ഇത് ഞങ്ങളാന്ന് പറ. ഹരിയേട്ടാ, നല്ല വേണം. ഇതിങ്ങനെ കയ്യിലിട്ടോണ്ട് നടക്കണം. നമുക്ക് ലോക്കറി വെക്കാം. ബാത്റൂമിൽ കയറിയോ? കേറി. ഒരു 3 മണിക്കൂറെങ്കിലും കഴിയാതെ ഇവിടുന്ന് ഇനി ഇറങ്ങാൻ പറ്റില്ല. എന്ത് പറ്റി? പലതും പറ്റി. ഒന്ന് വാ ഹരിയേട്ടാ. ഹരിയേട്ടനെ കാണാനല്ലേ രവി എന്തും വന്നിരിക്കുന്നേ? ഞാൻ പിന്നെ അങ്ങോട്ട് ചെന്ന് കണ്ടോളാമെന്ന് പറ. ഹരി, ടേക്ക് യുവർ ഓൺ ടൈം. ഞങ്ങൾക്ക് തീരെ ധൃതിയില്ല. ഇന്ന് വേണേലും ഉച്ചയ്ക്ക് ഊണ് ഇവിടെ നിന്നാലും കുഴപ്പമില്ല. ഊണിന് ഞങ്ങൾ രവിയുടെ വീട്ടിൽ വരാം. എനിക്ക് തീരെ സുഖമില്ല രവി, അതുകൊണ്ടാ. എന്ന് വിചാരിച്ച് ഇന്ന് മുഴുവൻ ബാത്റൂമിൽ കഴിയാൻ പോവാ? ഞങ്ങൾ എന്തായാലും ഹരിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ, അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ. ഓ, ഞാൻ ചായ എടുക്കാം. വനിതല്ലേ? ഞാൻ സ്ഥിരമായിട്ട് വായിക്കും. നോട്ടെ, ഞാൻ നോക്കട്ടെ. ഞാനൊന്ന് ഷേവ് ചെയ്യാൻ തുടങ്ങിയതാ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ കാത്തു നിൽക്കുമ്പോ ഇവരുടെ ഇവൻ പോയി ഷേവ് ചെയ്തിട്ട് പാടൂ. മുഖം മുഴുവൻ ഉണ്ടല്ലോ പാത. കണ്ണിന്റെ പുരിയും കൂടെ ഷേവ് ചെയ്യാൻ പോവാണ്. ഇത് മിസ്റ്റർ? അല്ലല്ല, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. നേരത്തെ കണ്ടിട്ടുണ്ടോ? അതെ, ലോ കോളേജിൽ വെച്ച്. ലോ കോളേജിൽ വേറെ എത്ര ഹരീഷ്ണന്മാർ കാണും? എന്നെ കണ്ടതായി ഓർക്കുന്നില്ലേ? തീരെ ഓർക്കുന്നില്ല. എങ്ങനെയാ ഷേവ് ചെയ്യട്ടെ? ലോ കോളേജിൽ പഠിച്ചിട്ടില്ലേ? പിന്നീട് ഇവൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ആണോ? എങ്കിൽ ഞാൻ വിചാരിക്കുന്ന അതേ ഹരീഷൻ തന്നെ.
ഞാൻ ജൂനിയർ ആയിരുന്നു. പിന്നെ നിനക്കെന്താ ഓർമ്മയില്ലാത്തത്? പാമ്പ് കടിച്ചപ്പോ ഓർമ്മയെല്ലാം പോയി. ഞാൻ പോയി ഷേവ് ചെയ്യട്ടെ. ചെന്ന് ചെയ്തു തൊലക്ക്. സ്വന്തം നാടിവിടെ, സ്വന്തം വീടിവിടെ, സ്വന്തം ഭാര്യയും. ഇതൊക്കെ വിട്ടേച്ച് താൻ എങ്ങോട്ടായി ട്രാൻസ്ഫർ ആയി പോകുന്നേ? സാറിന് അറിയില്ലേ, ഈ പറഞ്ഞ സ്വന്തം നാട്ടില്, സ്വന്തം വീട്ടില്, സ്വന്തം ഭാര്യയുടെ സമീപത്ത് വെച്ചല്ലേ എന്നെ പാമ്പ് കടിച്ചത്? ആ പാമ്പ് ചത്തുപോയില്ലേ? അതാണ് പ്രശ്നം. ഈ ചത്തതിന്റെ ഇണ ഇനി വന്നെന്നോട് പ്രതികാരം ചെയ്യില്ലെന്ന് ആര് കണ്ടു? കൊള്ളാം. അപ്പൊ എം ഡിക്ക് ഞാൻ എന്തെഴുതണം? പാമ്പ് കടി ഭയമുള്ളത് കൊണ്ട് ഹരികൃഷ്ണ ട്രാൻസ്ഫർ വേണമെന്നോ? സാർ എന്നെ സഹായിച്ചേ ഒക്കൂ. നിവർത്തിയില്ല ഹരി. 6 മാസത്തേക്ക് ഈ ഓഫീസിൽ ഒരു ട്രാൻസ്ഫറും സാധ്യമല്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. താനൊരു നികൃഷ്ടനാണ്. തനിക്കെന്നെ അറിയില്ലല്ലേ, പരിചയമില്ലല്ലേ? കണ്ടുമുട്ടിയ ഉടനെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ തന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. എത്രയും പെട്ടെന്ന് താൻ കാണിച്ച വഞ്ചനയ്ക്ക് പരിഹാരം ചെയ്തില്ലേ ഉറക്ക ഞാനിത് എല്ലാവരോടും വിളിച്ചു പറയും. എങ്കിൽ നിന്നെ എന്താ ഇത്? എന്താ ഇത്? ഹരി വിട്. മാറരുത്. എന്ത് പറ്റി? ഡോക്ടറുടെ കഴുത്ത് ഉളുക്കിയെന്ന് പറഞ്ഞപ്പോ ഞാനതൊന്ന് പിടിച്ച് നേരെയാക്കിയതാ. അല്ല ഇവനെ കൊല്ലാൻ നോക്കി. ഡോക്ടർ നേഴ്സ്. മതി മതി, ഇനി ഇവിടെ കിടന്നുള്ള കുടിയും കരിയൊന്നും വേണ്ട. ഹരി ഒന്ന് പോയേ. നേരെ ഒത്തിരി ആയില്ലേ, പോകാനാ പറഞ്ഞത്. ഡോക്ടർ ഞാൻ മനഃപൂർവ്വം അല്ല. ഓ പിന്നെ തമാശക്ക് എല്ലാവരും അഞ്ഞൂന് കഴുത്ത് പിടിച്ചേക്കാണ്ട് പതിവ്. ഒന്ന് പോടോ. ഡോക്ടർ എന്താ എന്താ ഉണ്ടായേ? കണ്ടില്ലേ ജാപ്പ് ചത്തുപോയനെ? എന്തിനാണെന്നാ ചോദിച്ചത്? അത് അയാളുടെ പോയി ചോദിക്കണം. പ്രിയപ്പെട്ട പുരുഷു, ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ വിവാഹം നടന്നു. കഷ്ടകാലം എന്ന് പറയട്ടെ. അയാളുടെ ഭാര്യയായി വന്ന LLB-കാരി യുവതിക്ക് എന്റെ ജീവിതത്തിലെ നീചമായ ഒരു രഹസ്യം അറിയാം. നിന്നോട് ഇതുവരെ ആ രഹസ്യം മറച്ചു വെച്ചതിന് ക്ഷമിക്കുമല്ലോ. മേൽപ്പറഞ്ഞ യുവതി ഇപ്പോഴെന്റെ അയൽവാസിയാണ്. ഇതുവരെ അവൾ ആ രഹസ്യം എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഏത് നിമിഷവും പറഞ്ഞേക്കാം. പൂച്ചകൾ എലികളെ കൊല്ലുന്നതിന് മുമ്പ് അതിനെ തട്ടിക്കളിക്കും പോലെ എന്നെ ഇട്ട് വീർപ്പുമുട്ടിക്കാനാവും അവളത് പറയാതിരിക്കുന്നത്. അവൾ ഒരിക്കലും എന്റെ ഭാര്യയോടത് പറയാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം പുരുഷു? സാർ, എന്തായത്? കുറച്ച് ഫ്രൂട്ട്സ്. ഓഹോ, ഞാൻ വിചാരിച്ചു തേങ്ങയാണെന്ന്. ഇത് എന്തിനാണെന്നാ ചോദിച്ചത്? തലയെ തെച്ച് കുളിക്കാൻ സാധാരണ അതിനാണല്ലോ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത്. സാറേ, ഞാൻ സാറിനെ കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നതാ. കാര്യം? ഞാൻ ഈ മോഷണം നിർത്തി സാറേ. അയ്യോ, അതെ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുക. എന്തെങ്കിലും ഭാരവാഹിയാക്കാന്ന് പാർട്ടി സെക്രട്ടറി ഏറ്റിട്ടുണ്ട്. കാലം നോക്കാം, സ്കോപ്പ് ഇല്ലേ നമ്മളെ തൊഴിലേക്ക് തന്നെ മടങ്ങും ചെയ്യാം. പിന്നെ ഇത്രയും കാലത്ത് എന്റെ ഔദ്യോഗിക ജീവിതത്തില് സാർ എനിക്ക് ചെയ്തെന്നുള്ള സഹായം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സാറിന് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാൻ മടിക്കരുത്. തൽക്കാലം നിന്റെ ഒരു സഹായം ആവശ്യമില്ല. നീയൊക്കെ നന്നായിരുന്നാ മാത്രം മതി. സാർ, എന്നാ ഞാൻ പോട്ടെ. ചെല്ലേ, ഞാനിവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം വായിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സാർ. അവൾ ആ രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ നിന്റെ സുഹൃത്ത് ഹരികൃഷ്ണൻ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. എത്രയോ കേസുകൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്ത് നിനക്ക് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാനാവും. എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല പുരുഷു. ഉടൻ മറുപടി അയക്കണം. നിർത്തട്ടെ. സ്വന്തം ഹരികൃഷ്ണൻ. ഹരി സാർ, പ്രിയ സ്നേഹിതൻ ഹരികൃഷ്ണ, നീ എന്തോ വലിയൊരു ദുർഘടത്തിൽ പെട്ടിരിക്കുന്ന അറിഞ്ഞ് അത്യധികം വ്യസനിക്കുന്നു. ഭയപ്പെടാതിരിക്കുക. എല്ലാത്തിനും ഞാനുണ്ടടാ കൂടെ. കത്തിൽ മുഴുവൻ രഹസ്യം രഹസ്യം എന്ന് പറയുന്നതല്ലാതെ ആ രഹസ്യം എന്താണെന്ന് നീ എഴുതി കണ്ടില്ല. ഒരു കാര്യം ചെയ്യും, നിന്റെ രഹസ്യം അറിയാവുന്ന നിന്റെ സ്നേഹിതന്റെ ഭാര്യയെയും നിന്റെ ഭാര്യയും തമ്മിൽ അടുപ്പിച്ചിട്ട് പിന്നീട് ഒരിക്കലും കണ്ടാൽ മിണ്ടാത്ത പരുവത്തിൽ അവർ തെറ്റിപ്പിരിയാൻ എന്തെങ്കിലും വഴി ആലോചിക്കുക. മിണ്ടിയാലല്ലേ രഹസ്യം പുറത്താവൂ. അതുകൊണ്ട് എങ്ങനെയും അവരെ അകറ്റുകയേ മാർഗമുള്ളൂ. അയ്യോ, SI എത്തി. അതുകൊണ്ട് കത്ത് ചുരുക്കുന്നു. സ്വന്തം പുരുഷോത്തമൻ. ഫയലും കൊണ്ട് ഇതിനകത്ത് കയറിയോ? അത്യാവശ്യമായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു.
ഒരു കാര്യം ചെയ്യും. നിന്റെ രഹസ്യം അറിയാവുന്ന നിന്റെ സ്നേഹിതന്റെ ഭാര്യയെയും നിന്റെ ഭാര്യയും തമ്മിൽ അടുപ്പിച്ചിട്ട് പിന്നീട് ഒരിക്കലും കണ്ടാൽ മിണ്ടാത്ത പരുവത്തിൽ അവർ തെറ്റിപ്പിരിയാൻ എന്തെങ്കിലും വഴി ആലോചിക്കുക. മിണ്ടിയാലല്ലേ രഹസ്യം പുറത്താവൂ. അതുകൊണ്ട് എങ്ങനെയും അവരെ അകറ്റുകയേ മാർഗമുള്ളൂ. രവിയേട്ടാ, ഉം? ഇത് എപ്പോ വാങ്ങിച്ചോണ്ട് വന്നു? എന്ത്? എന്നെ ഞെട്ടിക്കാൻ വേണ്ടി പറയാതിരുന്നതല്ലേ? മനസ്സിലായില്ല. കളി മതിയാക്ക്. ഇത് എത്ര പവനാ? സത്യമായിട്ടും എനിക്ക് കാര്യം പിടിയിട്ടില്ല. ചുമ്മാതിരി. സ്വർണ്ണമാല ആകാശത്തുനിന്ന് പൊട്ടി വീഴൊന്നുമില്ലല്ലോ. ഇതെവിടെ കിട്ടി? നമ്മുടെ കിടക്കേന്ന്. കിടക്കെന്നോ? കല്യാണം കഴിഞ്ഞ് ബാങ്ക് ബാലൻസ് വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന എനിക്ക് സ്വർണ്ണമാല വാങ്ങിക്കാൻ വട്ടുണ്ടോ? ഇതെങ്ങനെ സംഭവിച്ചു? സംഭവിച്ചത് സംഭവിച്ചു. നമ്മൾ അവളോട് വഴക്കിനൊന്നും പോകുന്നില്ല. എന്നാലും ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണ് വീട്ടിൽ കയറി വന്ന് മാല മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ റോട്ടിൽ നിന്ന് ജനലിൽ കൂടി നോക്കുമ്പോ അവൾ നിന്റെ മാല കഴുത്തിലിട്ടോണ്ട് കണ്ണാടിയിൽ ഭംഗി നോക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിത് വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. എങ്കിലാ മാല ഇവിടെ കാണിക്കും. അതെന്റെ കയ്യിൽ നിന്ന് എവിടെയോ കളഞ്ഞുപോയി. ഓക്കെ, കളഞ്ഞുപോയി. ആ കളഞ്ഞുപോയ മാല അവളുടെ മുറിയിൽ കാണുകയാണെന്നിരിക്കട്ടെ. കാണില്ലല്ലോ. നീ സൂത്രത്തിൽ അവിടെ ചെന്നൊന്ന് തപ്പ്. അഥവാ നീ എവിടെ മാല കണ്ടാൽ ആ നിമിഷം നീ അവളുമായി അകലുമല്ലോ. അകലണം. പിന്നെ നീ അവളോട് മിണ്ടുകയോ അവൾ പറയുന്നത് ഒന്നും വിശ്വസിക്കുകയോ ചെയ്യരുത്. വിജിയുടെ മാല കാണാതെ പോയോ? ഇതെങ്ങനെയാ ഞങ്ങളുടെ കിടക്കെ വന്നതെന്ന് അറിയില്ല. മുത്തശ്ശിയെ കാണിച്ചപ്പോഴാ മനസ്സിലായത് മാല വിജയുടേതാണെന്ന്. ഇതെന്ത് കഥ? ഇവിടെ കിടന്ന മാല എങ്ങനെ അവിടെ എത്തി? വല്ല കാക്കയോ കോഴിയോ മറ്റോ കൊത്തിക്കൊണ്ടിട്ടതാവും. എന്തോ മായാജാലം തന്നെ. ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കായിരുന്നു. താങ്ക് യു എന്തു. അല്പനേരം കൂടി കഴിഞ്ഞെങ്കിൽ എന്തുമാത്രം പ്രശ്നമായേനെ. എന്ത് പ്രശ്നം? അല്ല, ഒന്നുമില്ല. ഹരി, ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. ഞങ്ങളുടെ കല്യാണത്തിനോ തനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഇതിനെങ്കിലും നോ എന്ന് പറയരുത്. നമ്മളൊരു കമ്പൈൻഡ് ഹണിമൂൺ ട്രിപ്പ് പോകുന്നു, കൊടൈക്കനാലിലേക്ക്. താനും വിജിയും ഞാനും എന്തു പറയുന്നു? ഹരിയേട്ടൻ എന്നെ ഇതുവരെ എവിടെയും കൊണ്ടുപോയിട്ടില്ല. ഇവർക്കെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. നമുക്ക് പോവാം ഹരിയേട്ടാ. ഓക്കെ ഫൈൻ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. എനിക്ക് ഓഫീസിൽ ചെന്നാൽ ലീവ് ഒക്കെ ഒന്ന് ശരിയാക്കാം. വാ. കള്ളി പിടിക്കപ്പെടുമെന്നായപ്പോ തൊണ്ടി മുതലും കൊണ്ട് നേരിട്ട് കോടതിയിൽ ഹാജരായിരിക്കുക. ആ പാവം കുട്ടിയെ പറ്റി അനാവശ്യം പറഞ്ഞ ഹരിയേട്ടന് ശാപം കിട്ടും. നോക്കിക്കോ. ആദ്യം മുതലേ ഈ കല്യാണത്തിന് പാര വെക്കാൻ ഒരുത്തൻ നടക്കുന്നുണ്ടല്ലോ. അവൻ തന്നെ പറ്റിച്ചെന്തോ പണിയായിരിക്കും ഇത്. അല്ല, രാത്രി ആവുമ്പോഴേക്ക് പുറപ്പെടാൻ പറ്റുമോ? മണിക്കൂർ 3 കണ്ണാടിയുടെ മുമ്പിൽ കിടന്നുള്ള ഈ അഭ്യാസം തുടങ്ങിയിട്ട്. എന്ത് ചെയ്തിട്ട് ഈ മുടി അങ്ങോട്ട് ശരിയാവുന്നില്ല. ആ, അത് ശരിയായിട്ടാണ് പുറപ്പെടുന്നതെങ്കിൽ കൊടൈക്കനാലിൽ എത്തുമ്പോഴേക്കും ഒരാഴ്ച കഴിയും. ഇത് നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കല്ലേ. ഒന്ന് പോയേ. നീ ചെന്ന ഹരിയും വിജിയും റെഡിയാകും നോക്ക്. ചെല്ല്. പിക്നിക് എന്നും പറഞ്ഞ് കാലത്ത് മുതൽ ഞാനിങ്ങ് ത്രില്ലായി നിൽക്കുക. ഇനിയും ബോർ അടിപ്പിക്കല്ലേ രവിയേട്ടാ. ഇന്ദു പ്ലീസ്, നീ ചെന്ന ഹരിയോടും വിജിയോടും ഇറങ്ങാൻ പറ. ചെല്ല്. നീ ഇങ്ങോട്ട് വരണ്ട കേട്ടാ. ഇവരിത് എവിടെ പോവാ? രവിയേട്ടാ, അവരെങ്ങോട്ടാ പോവാ? നീ എന്താ വിജയ് ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും തമാശകളൊക്കെ പറയൂ, നമുക്ക് ചിരിക്കാം. തന്നെത്താൻ പറഞ്ഞങ്ങ് ചിരിച്ചാ മതി. ഇന്ദുവിനും രവിക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? എല്ലാരും കൂടെ പിക്നിക്കിന് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചതിക്കണ്ടായിരുന്നു. പിക്നിക്കിന് പോകാൻ എനിക്കൊരു മൂഡ് തോന്നിയില്ല. പോകാന്ന് പറഞ്ഞപ്പോ എന്തിനാ പിന്നെ സമ്മതിച്ചത്? അപ്പൊ സമ്മതിക്കണമെന്ന് തോന്നി, പിന്നെ സമ്മതിക്കേണ്ടെന്ന് തോന്നി. പിക്നിക്കിനേക്കാൾ വലുതാണ് എനിക്ക് നിന്റെ വീട്. നിന്റെ അച്ഛൻ എന്റെ അച്ഛനാണ്, നിന്റെ അമ്മയാണ് എന്റെ അമ്മ. എല്ലാരെയും എനിക്ക് ഉടനെ ഒന്ന് കാണാൻ തോന്നിയത് അത്ര വലിയ തെറ്റാണോ? ഇത് എന്ന് മുതലാ എന്റെ വീട്ടുകാരോട് ഇത്ര ഇഷ്ടം തോന്നാൻ തുടങ്ങിയത്? ആദ്യം മുതലേ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നിന്റെ മുമ്പിൽ ഞാനത് പ്രകടിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ഒന്നുമല്ല. നിനക്ക് നിന്റെ പേരൻസിനെ കാണാൻ പോകുന്നതിൽ ഇഷ്ടം അവരുടെ കൂടെ പോകാനാണല്ലേ? എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ലോകവിവരവും നിനക്കില്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഹരിയേട്ടന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. ഹായ് ചേച്ചിയും ഹരിയേട്ടനും. അമ്മേ, അച്ഛാ.
ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പെട്ടെന്നൊരു കൊതി തോന്നി, പിന്നെ ഒന്നും ആലോചിച്ചില്ല, പുറപ്പെട്ടു. ഞങ്ങളൊരു കല്യാണത്തിന് പോയി ഇറങ്ങിയായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങൾ ഇനി കുറേ നാൾ ഇവിടെ ഉണ്ടാവും. നഗരജീവിതം മടുത്തച്ച. ഇവിടുത്തെ കുന്നും മലയും പുഴയും കാടും, ഗ്രാമീണ ജീവിതത്തിന്റെ തുടിപ്പ് എനിക്ക് ശരിക്കും ഒന്ന് ഉൾക്കൊള്ളണം അച്ഛാ. അപ്പൊ നിനക്ക് ബാങ്കിലൊന്നും പോണ്ടേ? അല്ല, അത് വേണ ദിവസം ഇവിടുന്ന് പോയാൽ മതിയല്ലോ. മോളുടെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത? അല്ലല്ല, സന്തോഷം ഉണ്ടമ്മേ. പക്ഷെ ആ സന്തോഷം കുറച്ച് ഓവറായി പോയി. അതുകൊണ്ടാണ് ഒരു മ്ലാനത പോലെ തോന്നുന്നത്, അല്ലേ? ഞങ്ങൾ എല്ലാരും ചേർന്ന് കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടത് അമ്മേ. പക്ഷെ ഹരിയേട്ടൻ ചതിച്ചു. എല്ലാരും എന്ന് വെച്ചാൽ രവിയും ഭാര്യയും ഞാനും ഹരിയേട്ടനും. ഹായ്. യോ, ഇത് അവരാണല്ലോ. പറയാതെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ പെട്ടെന്ന് ആർക്കെങ്കിലും വല്ല അസുഖം മറ്റോ ആയിരിക്കും. അതുകൊണ്ടാണ് വണ്ടി ഇങ്ങോട്ട് തിരിച്ചു വിട്ടത്. അസുഖമാണെങ്കിൽ തനിക്ക് ഉടനെ ഓടി പിടിച്ച് ഇങ്ങോട്ട് വരണം. എന്ത് പറ്റി ഹരി? നീയായിരുന്നു. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വേറെ ആരോ ആണെന്ന്. നിന്റെ കണ്ണിന് വല്ല തകരാറും പറ്റി? സത്യമായിട്ട് സോറി, ഞാൻ വേറെന്തോ ആലോചനയിലായിരുന്നു. അതൊക്കെ പോട്ടെ, നമ്മൾ കൊടൈക്കനാലിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ട് നീ എന്താ മുങ്ങിക്കളഞ്ഞത്? കൊടൈക്കനാലോ? ഓ, ഞാനതൊക്കെ മറന്നു. അതെ, അപ്പൊ നിന്റെ ഓർമ്മശക്തി പൂർണ്ണമായി നശിച്ചോ? ഇന്ദുവിന് ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇഷ്ടായോ? ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. ഇനിയിപ്പോ ഏതായാലും നിങ്ങളിവിടുത്തെ ഉത്സവം കഴിഞ്ഞല്ലേ പോവും. ഉടനെ പോണ പ്രശ്നമില്ല. ഇതെന്ത് നല്ല സ്ഥലം. ഇനി കൊടൈക്കനാലൊന്നും വേണ്ടെന്നാ തോന്നുന്നേ. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അല്ലേ? വിജയ് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കുറച്ചു ദിവസം തങ്ങാം. ആണോ? എങ്കിൽ എന്റെ സങ്കടം എല്ലാം തീരും. ബ്യൂട്ടിഫുൾ ഹൗസ് ആൻഡ് വണ്ടർഫുൾ പ്ലേസ്. കുറച്ചുകൂടെ